ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂൺ 27 ഏതൊരു മരിയ ഭക്തനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ദിവ്യരക്ഷക സഭയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അന്നേ ദിവസമാണ് തിരുസഭ മാതാവ് നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. എല്ലാ ദേവാലയങ്ങളിലും, ഒരുപക്ഷെ എല്ലാ ഭവനങ്ങളിലും തന്നെ നിത്യസഹായ മാതാവിൻ്റെ ഒരു ചിത്രവും നൊവേന പുസ്തകവും ഉണ്ടായിരിക്കും. എന്നാൽ ദീർഘമായ ചരിത്രവും ആഴമേറിയ അർത്ഥങ്ങളും നിറഞ്ഞതാണ് നിത്യസഹായ മാതാവിൻ്റെ ചിത്രമെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ചതാണ് ഈ ചിത്രമെന്ന് ഒരു പാരമ്പര്യമുണ്ട്. മാതാവിൻ്റെ ജീവിതകാലത്ത് തന്നെ വിശുദ്ധ ലൂക്ക മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും ഒരു ചിത്രം വരയ്ക്കുകയും ആ ചിത്രം കണ്ട് ആകർഷിക്കപ്പെട്ട മാതാവ് ഈ ചിത്രത്തിനോടൊപ്പം എൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കും എന്ന് പറയുകയും ചെയ്തു. എന്നാൽ 1453 ഒരു യുദ്ധത്തിൽ ആ ചിത്രം പൂർണ്ണമായി തകർക്കപ്പെട്ടു. പിന്നീട് ചിത്രത്തിൻ്റെ പകർപ്പുകൾ പലരും വരച്ചിരുന്നു എന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു. നിത്യസഹായ മാതാവിൻ്റെ ഈ അത്ഭുത ചിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സെയിൻറ്റ് ക്രീറ്റ് എന്ന ദ്വീപിൽ ഭക്തരാൽ വണക്കപ്പെട്ട് പോന്നിരുന്നു. എന്നാൽ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഒരു വ്യാപാരി ഈ ചിത്രം മോഷ്ടിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു വർഷത്തിന് ശേഷം ഈ വ്യാപാരി റോമിലെത്തുകയും ഈ ചിത്രത്തെക്കുറിച്ച് തൻ്റെ സ്നേഹിതനോട് പറയുകയും ചെയ്തു. ഈ ചിത്രം തൻ്റെ മരണത്തിന് ശേഷം പൊതുജന വണക്കത്തിന് അനുയോജ്യമായൊരു സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന് വ്യാപാരി തൻ്റെ സ്നേഹിതനോട് പറഞ്ഞു. വ്യാപാരിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ഈ ചിത്രം പൊതുജന വണക്കത്തിനായി ഏതെങ്കിലും ദേവാലയത്തിൽ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിന് സമ്മതിച്ചില്ല. ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി നിത്യസഹായ മാതാവിൻ്റെ ചിത്രം അവരുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഒരു വർഷം തികയും മുമ്പേ റോമാക്കാരനായ ഈ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അവരുടെ കൊച്ചുമകൾക്കും പല പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ ചിത്രം പൊതുജന വണക്കത്തിനായി അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. എന്നാൽ അത് തിരിച്ചറിയാൻ ആ കുടുംബത്തിന് സാധിച്ചില്ല. ഒരിക്കൽ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിലെ കൊച്ചുമകളോട് താൻ നിത്യസഹായ മാതാവാണെന്ന് വെളിപ്പെടുത്തുകയും പൊതുജന വണക്കത്തിനായി ഈ ചിത്രം റോമിലെ പ്രശസ്തമായ സെന്റ് മേരി മേജർ, സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കകളുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മത്തായി ശ്ലീഹായുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നിത്യസഹായ മാതാവ് എന്ന പേര് മാതാവ് സ്വയം വെളിപ്പെടുത്തിയതാണ്. അതുപോലെ ഈ ചിത്രം പൊതുജന വണക്കത്തിനായി സ്ഥാപിക്കേണ്ട സ്ഥലവും മാതാവ് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ 1499 മാർച്ച് 27 വൻ ഭക്തി ജനാവലിയുടെ സാന്നിധ്യത്തിൽ നിത്യസഹായ മാതാവിൻ്റെ ഈ ചിത്രം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. എന്നാൽ 1798 ഫ്രാൻസിലെ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം റോം ആക്രമിക്കുകയും ദേവാലയങ്ങൾ തകർക്കുകയും ചെയ്തു. അതിൽ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ നാമത്തിലുള്ള ദേവാലയവും ഉണ്ടായിരുന്നു. അതോടൊപ്പം ദേവാലയത്തിലെ നിത്യസഹായ മാതാവിൻ്റെ അത്ഭുത ചിത്രം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ദേവാലയത്തോടൊപ്പം ഈ ചിത്രവും നശിപ്പിക്കപ്പെട്ടു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഏതാണ്ട് 67 വർഷങ്ങൾ ഈ ചിത്രം എവിടെയാണ് എന്നറിയപ്പെടാതെ കടന്നുപോയി. എന്നാൽ ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നും പടിയിറങ്ങിയ അഗസ്തീനിയൻ സന്യാസികൾ മാതാവിൻ്റെ അത്ഭുത ചിത്രം അവരുടെ ആശ്രമ ദേവാലയ കപ്പേളയിലേക്കാണ് കൊണ്ടുപോയത്. ഈ ആശ്രമ ദേവാലയത്തിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന മൈക്കിൾ മാർച്ചി എന്ന അൽത്താര ബാലനോട് ഒരു അഗസ്റ്റീനിയൻ സന്യാസി ഈ അത്ഭുത ചിത്രത്തെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ പലപ്പോഴായി എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. പിൽക്കാലത്ത് ഈ ബാലൻ ദിവ്യരക്ഷക സഭയിൽ ചേർന്ന് ഒരു സന്യാസ വൈദികനായി. അങ്ങനെയിരിക്കെ 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ പ്രത്യേക താല്പര്യപ്രകാരം 1855 ദിവ്യരക്ഷക സഭാ വൈദികർ റോമിലെത്തുകയും വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തകർക്കപ്പെട്ട ദേവാലയം നിലനിന്നിരുന്ന സ്ഥലം വാങ്ങി
അവരുടെ സഭാ സ്ഥാപകനായ വിശുദ്ധ അൽഫോൺസസ് ലിഗോരിയുടെ നാമധേയത്തിൽ ഒരു ദേവാലയം പണി ചെയ്യിച്ചു. ഒരു മധ്യാഹ്ന ഉല്ലാസവേളയിൽ ദിവ്യരക്ഷക സഭാ വൈദികരും മൈക്കിൾ മാർച്ചി എന്ന യുവവൈദികനും ഒരുമിച്ചിരിക്കെ തങ്ങളുടെ ഇപ്പോഴത്തെ ജനറലേറ്റും വിശുദ്ധ അൽഫോൺസസ് ലിഗോരിയുടെ നാമത്തിലുള്ള ദേവാലയവും സ്ഥിതി ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ നാമത്തിലുള്ള ദേവാലയം ഉണ്ടായിരുന്നതെന്നും അവിടെ നിത്യസഹായ മാതാവിൻ്റെ ഒരു അത്ഭുത ചിത്രം ഉണ്ടായിരുന്നുവെന്നും അവർ മനസ്സിലാക്കി. പിന്നീട് ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച് ദിവ്യരക്ഷക സഭാ വൈദികർ മാർപ്പാപ്പയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് ആ അത്ഭുത ചിത്രം തങ്ങളെ ഏൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ 1866 ജനുവരി മാസത്തിൽ അഗസ്റ്റീനിയൻ ആശ്രമ ദേവാലയത്തിൽ നിന്നും ഈ അത്ഭുത ചിത്രം ദിവ്യരക്ഷക സന്യാസ സമൂഹത്തിന് ലഭിച്ചു. എല്ലാ കേടുപാടുകളും തീർത്ത് 1866 ഏപ്രിൽ 26 ഈ അത്ഭുത ചിത്രം വിശുദ്ധ അൽഫോൺസസ് ലിഗോരിയുടെ ദേവാലയത്തിൽ പുനർപ്രതിഷ്ഠിച്ചു. ഈ അത്ഭുത ചിത്രം 9-ാം പിയൂസ് മാർപ്പാപ്പ ദിവ്യരക്ഷക സഭയ്ക്ക് കൈമാറിയപ്പോൾ നിത്യസഹായ മാതാവിനെ ലോകമെങ്ങും അറിയിക്കുക എന്ന പ്രത്യേക ദൗത്യം അവരെ ഭരമേൽപ്പിച്ചു. അന്നു മുതൽ ഇന്നുവരെ ദിവ്യരക്ഷക സഭാ വൈദികർ ആ ദൗത്യം വിശ്വസ്തയോടെയും സ്നേഹത്തോടെയും നിർവഹിച്ചു പോരുന്നു.